ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഖിലിൻ്റെയും ശ്യാമയുടെയും പച്ചക്കറിക്കടയിൽ അഴുകിയ പച്ചക്കറി വയ്ക്കാൻ തുടങ്ങുകയാണ് ജയേഷും ജയേഷിൻ്റെ ആളുകളും. പുറത്തിരിക്കുന്ന പച്ചക്കറിയുടെ ടാർപ്പ മാറ്റി അതിനടിയിലായിട്ട് വയ്ക്കുകയാണ് ആ അഴുകിയ പച്ചക്കറി. നാളെ രാവിലെ കോർപ്പറേഷനിൽ നിന്നും ഹെൽത്ത് സ്ക്വാഡ് വരും, ഞാനും ഉണ്ടാവും. ചീത്തയായ പച്ചക്കറി വിറ്റതിന് കട സീൽ ചെയ്യും എന്ന് ജയേഷ് പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് എല്ലാ ബോക്സിലും കുറേശ്ശെ വെക്കാനും പറയുന്നു. അഴുകിയ പച്ചക്കറി വെച്ചതിന് ശേഷം എല്ലാ ടാർപ്പയും നന്നായി അടച്ചു വെക്കുകയാണ് ജയേഷിൻ്റെ ആളുകൾ. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ കമ്പനിയിൽ അരവിന്ദിനെ പിരിച്ചുവിട്ടതിൻ്റെ കാരണം അന്വേഷിക്കാനായി ശ്യാമ അരവിന്ദിനെ കൂട്ടിയെത്തി. ശ്യാമയെ കണ്ടപാടെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. എന്നാൽ പ്രശ്നമൊന്നും ആകണ്ട എന്ന് ശ്യാമയോട് അരവിന്ദൻ പറയുന്നു. വർമ്മ അവിടെ എത്തി. ശ്യാമയെ കണ്ടതും വർമ്മ സന്തോഷത്തോടെ ആ ശ്യാമ എന്ന് പറയുന്നു. എന്നിട്ട് അവർ സന്തോഷത്തോടെ തന്നെ ശ്യാമയുടെ അടുത്തേക്ക് വന്നു. മോളെ, സുഖമായിരിക്കുന്നല്ലോ, വാ നമുക്ക് മുറിയിലേക്ക് പോകാം എന്ന് വർമ്മ പറയുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ച് ഐശ്വര്യം അവിടെ എത്തി. മോളെ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിനാണോ വന്നത് എന്ന് വർമ്മ ശ്യാമയോട് ചോദിക്കുന്നു. ആദ്യം അവിടെ എത്തി. അച്ഛാ, വിഷയം എനിക്കറിയാം എന്ന് ആദി പറയുന്നു. ശ്യാമ പറയുന്നു, അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഈ ഓഫീസിലെ വൈസ് ചെയർപേഴ്സൺ ഒട്ടും നീതിയില്ലാത്ത തരത്തിൽ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടു. അത് ചോദിക്കാനും ആ ആളിനെ തിരിച്ചെടുക്കണമെന്ന് പറയാനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നോ സെബാസ്റ്റ്യൻ? എന്താ കാര്യമെന്ന് സെബാസ്റ്റ്യനോട് ചോദിക്കുകയാണ് വർമ്മ. അച്ഛാ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടേക്ക് എത്തി. അച്ഛാ, ശ്യാമയുടെ സഹോദരനെ ഞാൻ പിരിച്ചുവിട്ടു. ശ്യാമ പറയുന്നു, എൻ്റെ സഹോദരൻ എന്നുള്ള കാര്യം വിട്ടേക്ക്. എല്ലാ അവകാശങ്ങൾക്കും അർഹതപ്പെട്ട ഒരു ജീവനക്കാരനാണിത്. ഒരു കാരണ കാണിക്കൽ നോട്ടീസോ മുൻകൂർ അറിയിപ്പോ ഇല്ലാതെ അങ്ങനെ അങ്ങ് പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഞാനിതൊന്ന് ലേബർ കോടതിയിൽ ചോദ്യം ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് വൈസ് ചെയർപേഴ്സൺ അറിയോ? ഐശ്വര്യ പറയുന്നു, ഇത് എൻ്റെ കമ്പനിയാ. ആര് പറഞ്ഞു? ഇത് പ്രധാനമായിട്ടും ഇവിടുത്തെ ജീവനക്കാരുടെ കമ്പനിയാ. അവരുടെ വിയർപ്പ് ആ കമ്പനിക്ക് നേട്ടം കൊടുക്കുന്നത്. മറ്റാരുമല്ല, ആദർശവാനായ ഈ ചെയർമാനാണ് അത് പഠിപ്പിച്ചത്. അദ്ദേഹം അറിയാതെയാണ് ഇപ്പോൾ ഈ പിരിച്ചുവിടൽ നടന്നിരിക്കുന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു, മോൾ ഇനിയൊന്നും പറയണ്ട. സെബാസ്റ്റ്യൻ, അരവിന്ദിന്റെ ഡിസ്മിസൽ പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡർ ഉടൻ റെഡിയാക്കണം. ശരിയെന്ന് സെബാസ്റ്റ്യനും. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ഐശ്വര്യക്ക് സഹിക്കാൻ കഴിയില്ല. ഐശ്വര്യ അത് ഒപ്പിട്ട് അരവിന്ദിന് കൊടുക്കണമെന്നും വർമ്മ പറയുന്നു. കൂടുതലൊന്നും സംസാരിക്കേണ്ട, പറഞ്ഞതനുസരിച്ചാൽ മതി എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, എൻ്റെയും കൂടി ഓഫീസായിരുന്നു ഇത്. ഇവിടെ ഒരു നീതികേട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനൊക്കെ അടുത്ത് നിൽക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് നിയമം പഠിപ്പിച്ച് തന്നേനെ. സെബാസ്റ്റ്യൻ പറയുന്നു, ശ്യാമ മേഡം, അരവിന്ദൻ്റെ നിയമന ഉത്തരവ് 5 മിനിറ്റിനകം തന്നിരിക്കും. മോൾ വാ, നമുക്ക് അകത്തേക്കിരിക്കാമെന്ന് വർമ്മ ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അച്ഛാ, എനിക്ക് പെട്ടെന്ന് പോകണം. കട തുറക്കാൻ വൈകി. ഇപ്പോൾ അഖിൽ സാർ എത്തിക്കാണും. ഏട്ടാ, ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അരവിന്ദനോടും യാത്ര പറഞ്ഞ് ഐശ്വര്യ ദേഷ്യത്തോടെ ഒന്ന് നോക്കുകയാണ് ശ്യാമ. പിന്നെ ആദ്യേട്ടനോടും യാത്ര പറയുന്നു. എന്നിട്ട് ശ്യാമ അവിടുന്ന് പോവുകയും ചെയ്തു. ശേഷം കാണിക്കുന്നത് അഖിൽ വന്ന് കടയിലെ പച്ചക്കറികളൊക്കെ അടുക്കി വെക്കുന്നു. ശ്യാമ സ്കൂട്ടറിൽ അവിടെ എത്തി. അഖിൽ സാർ, ഹലോ സാറ് നേരത്തെ വന്നോ എന്ന് ശ്യാമ അഖിലിനോട് ചോദിക്കുന്നു. വരാൻ അല്പം വൈകി, ഇപ്പോൾ തുറന്നതേ ഉള്ളൂ. ഈ ബോക്സിന്റെ സ്ഥാനം മാറിയിരിക്കുമായിരുന്നു. അല്ല, ഓഫീസ് കാര്യം എന്താ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. എല്ലാം നന്നായി. അരവിന്ദൻ വീണ്ടും ജോലിക്ക് കയറി. എല്ലാം വിശദമായിട്ട് പറയാം എന്ന് ശ്യാമ പറയുന്നു. ആ സമയം പോലീസ് അവിടെ എത്തി. പോലീസ് ജീപ്പാണല്ലോ എന്ന് അഖിൽ. വന്നത് ജയേഷാണ്. മറ്റു ചില ആൾക്കാരെയും കൊണ്ടാണ് വരവ്. അവരെല്ലാം ശ്യാമയുടെയും അഖിലിൻ്റെയും അടുത്തേക്ക് വന്നു. കോർപ്പറേഷനിൽ നിന്നാണ് ഹെൽത്ത് സ്ക്വാഡ്. ഇവിടെ കേടായ പച്ചക്കറികളും പഴങ്ങളുമാണ് കച്ചവടം ചെയ്യുന്നതെന്ന് പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് ജയേഷ് പറയുന്നു. ഈ സമയം ആ ചേച്ചി അവിടേക്ക് എത്തി. ഹെൽത്തിലും അറിയിപ്പ് കിട്ടി, പിന്നെ ഞങ്ങൾക്കും കിട്ടിയിരുന്നു. അങ്ങനെ ജയേഷ് പറഞ്ഞപ്പോൾ നേരത്തെ ശ്യാമയുടെ അടുപ്പമുള്ള ആ ചേച്ചി വന്നിട്ട് പറയുന്നു, ഇവിടുത്തെ കേടായ പച്ചക്കറി വിറ്റോ? നിങ്ങളുടെ ആരാ പറഞ്ഞത്? ഈ പ്രദേശത്ത് ഇത്രയും നല്ല പച്ചക്കറി കിട്ടുന്ന സ്ഥലം വേറെയില്ല. നിങ്ങളോട് ചോദിച്ചില്ല എന്ന് ദേഷ്യത്തോടെ ജയേഷ് പറയുന്നു. സർ, ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ആരോ കള്ളപ്പരാതി അയച്ചതാണ്. ഞങ്ങൾ കച്ചവടത്തെ കള്ളം കാണിച്ചിട്ടില്ല. സ്ക്വാഡ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും പരിശോധിച്ചേ പറ്റൂ എന്ന്. സർ, ഇത് ബോധപൂർവം ഞങ്ങളെ ശല്യപ്പെടുത്താൻ ചെയ്യുന്നതാണ് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു, ദേ അന്ന് റോഡിൽ നടത്തിയ പോലുള്ള ഷോ നടത്തിയ ആളാവാൻ നടക്കണ്ട. ശ്യാമ, തർക്കിക്കാൻ പോണ്ട, അവർ പരിശോധിക്കട്ടെ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ജയേഷ് ആ സ്ക്വാഡിനോട് പറയുന്നു, എല്ലാം പരിശോധിക്കണം. പച്ചക്കറി ബോക്സിന്റെ അടിയിലായിരിക്കും അഴുകിയ പച്ചക്കറികൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവർ പരിശോധിക്കാനായി പോകുന്നു. ഇത് ഫോണിൽ വീഡിയോ എടുക്കുകയാണ് ആ ചേച്ചി. ദേ, കേടായ പച്ചക്കറികൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ കടയ്ക്ക് ഷട്ടറിടും എന്ന് പോലീസ് എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കേടായ ഒരു പച്ചക്കറിയും ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല.
അതിനിടയിൽ ശ്യാമ പറയുന്നു, ഇത്രയും കൃത്യമായി അയാൾ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഉറപ്പായും ഒരു ചതി നടന്നിട്ടുണ്ട്. എന്നാൽ എത്ര നോക്കിയിട്ടും അവർക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവർ വന്ന് ജയേഷിനോട് പറയുന്നു, ചീത്തയായതൊന്നും കാണുന്നില്ലല്ലോ, ഇനി ചീത്തയായ പച്ചക്കറികളൊക്കെ മാറ്റിയോ എന്ന് ജയേഷൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ വന്ന ആൾക്കാർ ശ്യാമയോടും അഖിലിനോടും സോറി പറയുന്നു. അങ്ങനെ കള്ള പരാതിയാണെന്ന് പറഞ്ഞ് പൊടിയും തട്ടി പോവാൻ സാധിക്കില്ല. ഇവിടെ പരിശോധിച്ചൊന്നും ചീത്തയായതൊന്നും കിട്ടിയിട്ടില്ല എന്നും എഴുതി ഒപ്പിട്ട് തരണം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ, ഓഹോ അങ്ങനെയാണോ എന്ന് ജയേഷ് ചോദിക്കുന്നു. അതെ സാർ, അങ്ങനെ തന്നെയാണ്. ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് വ്യക്തമായി. ഞങ്ങളെ കുടുക്കിലാക്കാനുള്ള കാര്യങ്ങൾ ഒപ്പിച്ചു, പക്ഷേ എവിടെയോ പിഴച്ചു അല്ലേ. എന്തായാലും എഴുതി ഒപ്പിട്ട് തരാതെ പോകാമെന്ന് വിചാരിക്കണ്ട എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ആ ചേച്ചി പറയുന്നു, സാറേ എല്ലാം മൊബൈലിൽ പിടിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് പോലെ ചെയ്തില്ല എങ്കിൽ ഞങ്ങളിതെല്ലാം സോഷ്യൽ മീഡിയയിലിടും. ഞങ്ങൾ എഴുതി തന്നേക്കാമെന്ന് സ്കോഡ് പറയുന്നു. അഖിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ജയേഷിനോട് പറയുന്നു, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാകില്ല, ഓർത്തോ. എന്നാൽ പറഞ്ഞതുപോലെ അവരത് എഴുതി ഒപ്പിട്ട് ശ്യാമയുടെ കയ്യിൽ കൊടുക്കുന്നു. ജയേഷിനെ വിളിച്ച് അവർ രണ്ടുപേരും പോയി. ദേഷ്യത്തോടെ ജയേഷ് അവരെ നോക്കുന്നു. അവർ പോയതിനു ശേഷം ആ ചേച്ചി വന്ന് ശ്യാമയോടും അഖിലിനോടും പറയുന്നു, നിങ്ങൾ സൂക്ഷിക്കണം, അയാൾ മൂർഖനാണ്. ശ്യാമ പറയുന്നു, ഞങ്ങൾക്കറിയാം ചേച്ചി. കട തുറന്നപ്പോൾ പച്ചക്കറി ബോക്സിന്റെ സ്ഥാനം തെറ്റിയിരിക്കുകയാണെന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ. ജയേഷിന്റെ ആൾക്കാർ ചീത്തയായ പച്ചക്കറി കൊണ്ടുവച്ചിരിക്കണം, അല്ലാതെ ഇത്ര ഉറപ്പോടെ അയാൾ പരിശോധിക്കാൻ വരില്ല എന്ന് ശ്യാമ പറയുന്നു. അല്ല, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ പോയെന്ന് അഖിലും പറയുന്നുണ്ട്. സംശയത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും. പിന്നീട് കാണിക്കുന്നത് വസുന്ധര അരുണിനെ വിളിച്ചു. എന്താ അമ്മ എന്താ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞത് എന്നൊക്കെ അരുൺ ചോദിക്കുന്നു. നിനക്കിന്ന് ഓഫീസില്ലായിരുന്നോ, നീ എന്താ ഓഫീസിലേക്ക് പോകാഞ്ഞത് എന്ന് വസുന്ധര പറയുന്നു. എന്താണെന്ന് അറിയില്ല അമ്മേ, എനിക്ക് വല്ലാത്തൊരു തലവേദന. ഇന്നലെയും തലവേദന ഉണ്ടായിരുന്നു എന്ന് വസുന്ധര. അല്ല, ഇന്നലെയും മുഴുവൻ സമയം ഓഫീസിലില്ലായിരുന്നല്ലോ, നിന്നെ ഏതോ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന് ആദ്യം പറഞ്ഞു. അത് കേട്ട് അരുൺ പറയുന്നു, അമ്മേ അത് ഞാൻ തൊഴാൻ പോയതാ. വസുന്ധര പറയുന്നു, മോനെ നിന്റെ രീതികളൊക്കെ വെച്ച് ചോദിക്കുകയാണ്. മോനെ നീ ആരെങ്കിലും അന്വേഷിക്കുവാണോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചതെന്ന് അരുൺ. അല്ല, ആദ്യം പറഞ്ഞു നീ ആരെയും അന്വേഷിച്ച് നടക്കുമെന്ന്. ഞാൻ വെറുതെ ചോദിച്ചതാണ്, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാനായി. ഏയ് ഇല്ലമ്മേ, എനിക്കങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ആരും ഇല്ല എന്ന് അരുണും പറയുന്നു. എന്നാൽ എൻ്റെ കണ്ണിലേക്ക് നോക്കി പറയേ എന്നൊക്കെ വസുന്ധരയും പറയുന്നുണ്ട്. ഇല്ലമ്മേ, എനിക്കൊന്നുമില്ല, അമ്മയ്ക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നതാണ്. എനിക്ക് അപ്പുറത്ത് കുറച്ച് ജോലിയുണ്ട് അമ്മേ. ശരി എന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോകുന്നു. ടെൻഷനോടെ വസുന്ധര നിൽക്കുന്നു. അരുൺ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്, അത് എന്താണെന്ന് കണ്ടെത്തണം. ശേഷം കാണിക്കുന്നത് പദ്ധതി പാളിപ്പോയതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് ജഗൻ. ജയേഷ് ഈ കാര്യങ്ങളൊക്കെ ജഗനോട് പറയുന്നു. ജയേഷ് പറയുന്നു, സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തതാണ്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് പച്ചക്കറി ബോക്സിൽ അഴുകിയ പച്ചക്കറി വെച്ചതാണ്. ഇനി അവരത് കണ്ടുപിടിച്ച് മാറ്റിയതായിരിക്കും എന്ന് ജഗൻ ചോദിക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. കട തുറന്ന അതേ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവരൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവരുടെ രീതികളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ആ റോബോട്ടോ റിവ്യൂ വല്ലതും ചതിച്ചിട്ടുണ്ടോ എന്ന് ജഗൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ പെട്ടിയിൽ നിന്ന് പച്ചക്കറി മാറ്റുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ജഗൻ. ജയേഷ് പറയുന്നു, ഒരു പയ്യൻ നോക്കി നിൽപ്പുണ്ടായിരുന്നു എന്ന്. അത് കണ്ണനായിരുന്നു. ചെറിയ പയ്യനാണ്, ഞാൻ അവനെ വ്യക്തമായി കണ്ടു, പക്ഷേ പിന്നെ ഞാൻ അവനെ കണ്ടില്ല എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ജഗൻ ദേഷ്യത്തോടെ പറയുന്നു, ഒന്ന് തെളിച്ച് പറയാൻ. ഇവർ പച്ചക്കറി വെക്കുന്ന സമയത്താണ് കണ്ണനെ അവിടെ കണ്ടത്. എന്നാൽ ഒരു വട്ടം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ ആ പയ്യനെ അവിടെ കാണുന്നില്ലായിരുന്നു. അവനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഷോ എവിടെ പോയി എന്ന് ജയേഷ്. പെട്ടെന്ന് തന്നെ അവരവിടെ നിന്ന് വരികയും ചെയ്തിരുന്നു. ഇതിനെപ്പറ്റി ജഗൻ ആലോചിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അഖിലും അവരവരുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പച്ചക്കറിയൊക്കെ പെറുക്കി അടുക്കി വെക്കുന്നു. ആ സമയം ഒരു ക്യാരറ്റ് ബോക്സിൽ ഒരു മയിൽപ്പീലി കിടക്കുന്നതായി കാണുന്നു. ശ്യാമയാണ് അതെടുക്കുന്നത്. അത് എടുത്തതിന് ശേഷം അഖിലിനെ വിളിച്ച് കാണിക്കുകയാണ് ശ്യാമ. സാറാണോ ഈ മയിൽപ്പീലി ഇവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിച്ചു. അഖിൽ അവിടേക്ക് വന്നിട്ട് അല്ലല്ലോ എന്ന് പറയുന്നു. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ കാറ്റത്തോ മറ്റോ പറന്നു വന്നതായിരിക്കുമെന്ന് അഖിൽ. സാറിന്റെ പരിചയക്കാരൻ ആ കണ്ണനല്ലേ, ആ പയ്യൻ ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്നോ എന്ന് ശ്യാമ ചോദിക്കുന്നു. സാധാരണ ആ പയ്യൻ വന്നിരുന്നു എന്ന് സാറ് പറയുമ്പോഴൊക്കെ അവിടെ നിന്ന് ഒരു മയിൽപ്പീലി കിട്ടാറുണ്ടല്ലോ അല്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അഖിൽ പറയുന്നു, അത് ശരിയാണല്ലോ. അല്ല, ഇവിടെ ജയേഷ് നമ്മളെ കൊടുക്കാൻ വേണ്ടി എത്തി, പക്ഷേ ജയേഷ് മനസ്സിൽ കണ്ടത് നടന്നില്ല. അപ്പോൾ ഇതിനിടയിൽ ആ കണ്ണൻ വന്നിരുന്നോ എന്ന് ശ്യാമ പറയുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല, എന്തോ എനിക്ക് മയിൽപ്പീലി കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു, ഒരു വല്ലാത്ത ഫീല്. നമ്മൾ അറിയാതെ നമ്മൾക്ക് എവിടെ ഒരു രക്ഷകയുള്ളതുപോലെ. ഈ മയിൽപ്പീലി നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നത് പോലെ ഒരു തോന്നൽ. അഖിൽ പറയുന്നു, എങ്കിൽ ഞാനൊരു ടെസ്റ്റ് ചെയ്യട്ടെ. ആ മയിൽപ്പീലി കയ്യിൽ വെച്ചിട്ട് അഖിൽ ആ മയിൽപ്പീലിലേക്ക് നോക്കി പറയുന്നു, മയിൽപ്പീലി ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ? ശ്യാമയോട് ദുഷ്ടത്തരം കാണിക്കുന്ന ഐശ്വര്യ എടുത്തേക്ക് നല്ലൊരു പണി കൊടുക്കാമോ? അവരെ കൊണ്ട് ശ്യാമയുടെ കാല് പിടിപ്പിക്കാമോ
എന്നാൽ ശ്യാമ ഇത് കേട്ടിട്ട് പറയുന്നു, സാർ അങ്ങനെയുള്ള ആഗ്രഹമൊന്നും വേണ്ട, അല്ല നമുക്ക് നോക്കാമല്ലോ എന്ന് അഖിലും പറയുന്നുണ്ട്. എന്നാൽ ഇത് കണ്ണൻ കേട്ടിരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കണ്ണൻ. ആ ഗുണ്ടകൾ അവിടെ നിന്ന് പോയ സമയം മയിൽപ്പീലി കയ്യിൽ വെച്ചിട്ട് ആ അഴുകിയ പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കമ്പനിയാണ്. കമ്പനിയിൽ വാസുദേവ് വർമ്മയുടെ മുന്നിൽ ഐശ്വര്യ നിൽക്കുന്നു. വർമ്മ ഐശ്വര്യയോട് പറയുന്നു, ഐശ്വര്യ, ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ കമ്പനിക്ക് സൗത്ത് ഏഷ്യൻ ടൈപ്പിന് ഒരു സാധ്യത വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു പഴയ ക്ലയൻസ് ആണ്. അതൊരു നല്ല ന്യൂസ് ആണല്ലോ. കമ്പനിക്ക് വലിയൊരു ഓപ്പണിംഗ് കിട്ടും അല്ലേ എന്ന് ഐശ്വര്യ. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കണം. അവരുടെ മനസ്സിലേക്ക് കയറുന്ന തരത്തിൽ, അവർക്ക് താല്പര്യം തോന്നുന്ന തരത്തിൽ വേണം പ്രസന്റേഷൻ. ആദിക്കും അരുണിനും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ പ്രസന്റേഷനിൽ വീക്കാണ്. പക്ഷേ കാര്യങ്ങൾ നന്നായി പ്രസന്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ശ്യാമ നന്നായി വളരെ ഗംഭീരമായാണ് പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നത്. ശ്യാമ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ക്ലയന്റ് കൺവിൻസ് ആണ്. നമുക്കിതിനു വേണ്ടി ശ്യാമയൊന്ന് വിളിച്ചാലോ? ഞാൻ വിളിച്ചാൽ അവൾ വരും. ക്ലയന്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവളെ ഒന്ന് വിളിക്കാം. അരുണും ആദിയും അവിടെ എത്തുന്നു. അതായിരിക്കും നല്ലതച്ചാ. അന്നത്തെ 2 കോൺഫറൻസിലും ശ്യാമയുടെ പ്രസന്റേഷൻ ഗംഭീരമായിരുന്നു. ശ്യാമയെ വിളിക്കുന്നതാണ് നല്ലത് എന്ന് ആദിയും അരുണും പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു, നോ അച്ഛാ, ഇത് തീരെ ശരിയായ നടപടിയല്ല. എൻ്റെ അധികാരങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ ഏതായാലും ഞാൻ സമ്മതിക്കില്ല. അതുമല്ല, അവൾ ഇവിടുത്തെ സ്റ്റാഫാണോ ഇപ്പോൾ? തക്കാളി വെണ്ടയ്ക്കയും വിറ്റ് നടക്കുന്ന ഒരു പച്ചക്കറിക്കാരി ഈ പ്രസന്റേഷൻ ഞാൻ നടത്തും. ക്ലയൻസിനെ ഞാൻ ഡീല് ചെയ്യും. ഇത് കേട്ട് അരുൺ പറയുന്നു, ഐശ്വര്യ, നീ കരുതുന്ന പോലെ കാര്യങ്ങൾ അത്ര ഈസി അല്ല. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗോൾഡൻ ചാൻസ് ആണ്. നമ്മളിത് കൈവിട്ട് കളയരുതെന്ന് ആദ്യം. കമ്പനി ഇപ്പോൾ താളം തെറ്റി നടക്കുകയാണ്. മുങ്ങാൻ സാധ്യതയുള്ള കപ്പലാണ്. അത് ഓർമ്മ വേണമെന്ന് വർമ്മ. ക്ലയൻസുമായുള്ള ഡീലിംഗ് വൈസ് ചെയർപേഴ്സൺ ആണല്ലോ നടത്തേണ്ടത്. എനിക്ക് വിട്ടതാ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അവരുടെ സംശയങ്ങൾ ഞാൻ ക്ലിയർ ചെയ്യാം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു, ശരി, ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഐശ്വര്യ ഈ മിഷനിൽ പരാജയപ്പെട്ടാൽ ശ്യാമയെ വിളിച്ചുകൊണ്ട് വന്ന് പ്രസന്റേഷൻ നടത്തണം. അത് ഏറ്റോ? ഐശ്വര്യ പറയുന്നു, 100% ഞാൻ ഏറ്റു. എന്തായാലും എനിക്ക് നിങ്ങളോടൊക്കെ സഹതാപം തോന്നുക. അവൾ ഇവിടുന്ന് പോയിട്ടും ശ്യാമഭക്തി തീർന്നില്ലല്ലോ. പ്രസന്റേഷനിൽ ഞാൻ ഫെയിലായാൽ എന്ത് ചെയ്തും ഞാൻ ശ്യാമയെ കൊണ്ടുവരും. ശ്യാമയെ കൊണ്ട് ഞാൻ പ്രസന്റേഷൻ നടത്തും. എന്താ പോരെ? അത് മതി. എന്നാൽ നമുക്ക് കോൺഫറൻസ് റൂമിലേക്ക് പോകാമെന്ന് വർമ്മ. അങ്ങനെ എല്ലാവരും കോൺഫറൻസ് ഹാളിൽ ഇരിക്കുന്നു. അവർക്ക് മുന്നിൽ പ്രസന്റേഷൻ നടത്തുന്നത് ഇപ്പോൾ ഐശ്വര്യയാണ്. എന്നാൽ ആദ്യമൊക്കെ ഐശ്വര്യ നന്നായിട്ടാണ് പ്രസന്റേഷൻ നടത്തുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഐശ്വര്യയ്ക്ക് ഒന്നിനും അങ്ങോട്ട് കഴിയുന്നില്ല. പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സോൾവ് ആക്കി. ഐശ്വര്യയുടെ പ്രസന്റേഷൻ കഴിഞ്ഞു. അത് കേട്ട് അവർ പറയുന്നു, മിസ്റ്റർ വർമ്മ, ഐശ്വര്യ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, പക്ഷേ ഒട്ടും കൺവിൻസ്ഡ് അല്ല. പല ഏരിയയിലും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഐശ്വര്യയ്ക്ക് തന്നെ കമ്പനിയുടെ കാര്യങ്ങളെപ്പറ്റി വ്യക്തതയില്ലെന്ന് തോന്നല്ലോ. വർമ്മ പറയുന്നു, അതുകൊണ്ടല്ല, ആക്ച്വലി ഐശ്വര്യ ഈ സീറ്റിൽ പുതിയ ആളാണ്. ശ്യാമ എന്ന ആളായിരുന്നു നേരത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ശ്യാമയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും. ഒരു റിക്വസ്റ്റ് ഉണ്ട്, അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്യാം. ശ്യാമ വൈകാതെ എത്തും. ശ്യാമയുടെ പ്രസന്റേഷൻ കൂടി ഒന്ന് കേൾക്കണം പ്ലീസ്. ഓക്കെ മിസ്റ്റർ വർമ്മ, താങ്കളുമായി ബിസിനസ്സിൽ ഒന്നിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ ആദ്യം ഞങ്ങൾ കൺവിൻസ്ഡ് ആവണം എന്ന് ആ വന്ന ആൾക്കാർ പറയുന്നു. ശ്യാമ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി ഉത്തരം തരുമെന്ന് വർമ്മ. ഓക്കെ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് അവർ പറയുന്നുണ്ട്. ആദ്യമാണ് അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. വർമ്മ ഐശ്വര്യയ്ക്ക് മുന്നിൽ ഓർഡർ ഇടുന്നു, ശ്യാമ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കണമെന്ന്. വേറെ നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ് ഐശ്വര്യ. ഈ സമയം ഐശ്വര്യ ശ്യാമയെ വിളിക്കുന്നു. ഫോണിലാണ് വിളിക്കുന്നത്. നമ്മുടെ കഥാനായികയാണല്ലോ ഐശ്വര്യ എടുത്തി എന്ന് ശ്യാമ പറയുന്നു. എന്തായാലും എടുത്തു നോക്കാൻ അഖിൽ. ശ്യാമ ഫോൺ എടുത്തു. ശ്യാമേ, ഇത് ഞാനാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഞാനെന്ന് വെച്ചാൽ ആരാണ് വിളിക്കുന്നത്? ഞാൻ ഐശ്വര്യ എടുത്തി. ഓ, എന്താണ് കാര്യമെന്ന് ശ്യാമ. മോളെ, എനിക്ക് മോളുടെ ഒരു സഹായം വേണമെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ, മോളോ? ഞാൻ നിങ്ങളുടെ മോളാണോ? സോറി ശ്യാമ, സോറി. എനിക്കറിയാം ഞാൻ ശ്യാമയെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ശ്യാമ പറയുന്നു, എൻ്റെ ഐശ്വര്യ എടുത്തി, ചുമ്മാ നമ്പറൊന്നും വേണ്ട. കാര്യം എന്താ? ഓഫീസിൽ 2 ക്ലയൻസ് വന്നിട്ടുണ്ട്. അവർക്ക് മുന്നിൽ ശ്യാമ ഒരു പ്രസന്റേഷൻ നടത്തണം. പച്ചക്കറി വിൽപ്പനയെക്കുറിച്ചാണോ പ്രസന്റേഷൻ നടത്തുന്നത് എന്ന് ശ്യാമ ചോദിക്കുന്നു. ശ്യാമേ, എനിക്കറിയാം ശ്യാമയ്ക്ക് എന്നോട് വല്ലാത്ത ദേഷ്യമുണ്ടെന്ന്. ഒക്കത്തിന് കാരണം ഞാൻ തന്നെയാണ്. പക്ഷേ ശ്യാമ ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്. ക്ലയൻസിന് മുന്നിൽ ഞാൻ നടത്തിയ പ്രസന്റേഷൻ ശരിയായില്ല. ശ്യാമ വന്ന് കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കണം. ഓഫീസിൽ എല്ലാവർക്കും ശ്യാമ വരണമെന്നാണ് ആഗ്രഹം. ശ്യാമ പറയുന്നു, ഐശ്വര്യ എടുത്ത് ഈ കടയിൽ നല്ല തിരക്കാണ്. അതുമല്ല, ഈ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. ഫുൾ ഡോക്യുമെന്റ്സ് ആയിട്ട് എൻ്റെ കടയിലേക്ക് വാ. കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കണം. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ഓക്കെ, ബൈ എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു. വേറെ നിവർത്തിയില്ല, അവളുടെ കാല് പിടിച്ചേ പറ്റൂ എന്ന്
ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം ആ പച്ചക്കറിക്കടയിൽ എത്തിയിരിക്കുകയാണ് ഐശ്വര്യ വന്നപ്പോൾ കണ്ട മട്ടുപോലും ഭാവിക്കാതെ അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് വേണം, പച്ചക്കറിയാണോ പഴമാണോ, എന്താ വേണ്ടത് എന്ന് ശ്യാമ പറയുന്നു. ഞാനിപ്പോൾ വിളിച്ചിരുന്നു ഒരു കാര്യം പറയാനായിട്ട് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, വല്ല സംഭാവനയാണോ? എൻ്റെ പൊന്നിയേച്ചി, ഞങ്ങൾ സംഭാവനയൊക്കെ ഇപ്പോൾ അസോസിയേഷനിലാണ് കൊടുക്കാറുള്ളത്. ഇവള് മനഃപൂർവ്വം എന്നെ കൊച്ചാക്കാണ്. ഈ ഒരു അവസ്ഥയിൽ ഇവളോട് ചൂടാവാൻ സാധിക്കില്ല എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.